السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين والعاقبة المتقين وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒത്തൊരുമിച്ച് കൂടിയതും പരിശുദ്ധമാക്കപ്പെട്ട പുണ്യഭവനത്തിൽ കയറിക്കൊണ്ട് ഇഅ്തികാഫിന്റെ നിയ്യത്തുമായി നാം ചെലവഴിച്ച ഓരോ സെക്കൻഡും അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ജുമുഅയും ഖുതുബയും ജമാഅത്തും ഒക്കെ അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ പവിത്രമാക്കപ്പെട്ട പാവനമാക്കപ്പെട്ട പുണ്യ റജബിൻ അല്ലാഹു ഖൈറും ബർക്കത്തും ഇസ്സത്തും റാഹത്തും അല്ലാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുദീർഘമായ ഒരു ഭാഷണത്തിന് മുതിരുന്നില്ല. എന്നിരുന്നാലും നമുക്കറിയാം, ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റജബ് മാസത്തെ സ്വന്തം മാസമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ റജബ് മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഓരോ റജബ് വരുമ്പോഴും റമദാൻ വരെ നമ്മളൊക്കെയും ദുആ ചെയ്യുന്ന ഒരു ദുആയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. നമുക്ക് ദുആ ചെയ്യും, ഈ റജബിലും ശഅബാനിലും അല്ലാഹുവേ നീ ബർക്കത്ത് നൽകണേ എന്നുള്ളത്. എന്താണ് ഈ ബർക്കത്ത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. കേവലം ഒരുപാട് സമ്പത്തുണ്ടാവുക, ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ല ബർക്കത്ത് എന്ന് പറഞ്ഞാൽ, മറിച്ച് ഉള്ളതിൽ അല്ലാഹു ഐശ്വര്യം നൽകുക എന്നുള്ളതാണ്. മക്കളുണ്ട്, അത് നല്ല കോലത്തിലാണ്. സമ്പത്തുണ്ട്, അതുകൊണ്ട് സമാധാനമുണ്ട്. ജോലിയുണ്ട്, അതുകൊണ്ട് സമാധാനമുണ്ട്. നമുക്കതുകൊണ്ട് സന്തോഷമുണ്ട്. ആ രീതിയിലേക്ക് നമ്മളുടെ ജോലിയും സമ്പത്തും മക്കളും ഒക്കെയും ആയിത്തീരുക എന്നുള്ളതാണ് ബർക്കത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തർക്കും എത്തിച്ചേരുമാറാകട്ടെ. നമ്മുടെ മുഅ്മിനീങ്ങളെ, റജബ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ആദരണീയമെന്നാണ്. അപ്പോൾ ഈ മാസത്തിന്റെ പേര് തന്നെ അതിന്റെ ബഹുമാനത്തിന്റെ പദവിയെയും സൂചിപ്പിക്കുന്നുണ്ട്. അതിനു പുറമെ അല്ലാഹുവിന്റെ മാസം എന്നൊരു പേര് കൂടി ഈ മാസത്തിനുണ്ടല്ലോ. മഹാനായ ഇമാം അസ്വലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, റജബുൻ ശഹറുല്ലാഹ് വ ശഅബാനു ശഹരി വ റമളാനു ശഹറു ഉമ്മത്തി. ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, റജബു ശഹറുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്, ശഅബാനിന്റെ മാസമാണ്, റമളാനിന്റെ ഉമ്മത്തിന്റെ മാസമാണ്. നമുക്കറിയാം, റജബ് എന്നല്ല, എല്ലാ മാസവും അല്ലാഹുവിന്റെ മാസമാണ്. ഈ ഭൂമി ലോകത്ത് സൃഷ്ടിച്ച ചരാചരങ്ങളായ കല്ലും മുള്ളും നെല്ലും നമ്മൾ കാണുന്ന എല്ലാ അനുഗ്രഹവും അല്ലാഹുവിന്റെ തന്നെയല്ലേ. പിന്നെ എന്തിനാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു മാസത്തെ പ്രത്യേകം എടുത്തുകൊണ്ട് പറഞ്ഞത്? അത് ഈ ഒരു മാസത്തിന്റെ പ്രത്യേകതയാണ്, ഈ മാസത്തിന്റെ ഒരു ഔദാര്യമാണ്, അതല്ലെങ്കിൽ ഈ മാസത്തിന്റെ ഒരു ബഹുമാനത്വ പദവി കൊണ്ടാണ് അല്ലാഹുവിന്റെ മാസം എന്ന് വിശേഷിപ്പിച്ചത്. എന്നാൽ ശഅബാൻ നമുക്കറിയാം, ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം നോമ്പനുഷ്ഠിച്ച മാസമാണ് ശഅബാൻ. അതുകൊണ്ടാണ് ശഅബാൻ ശഹരി എന്ന് പറഞ്ഞത്. റമദാൻ പിന്നെ പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും മഹത്തരമായ മാസമാണല്ലോ. നാം ചെയ്യുന്ന അമലുകൾക്ക് ഇരട്ടി കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന മാസമാണല്ലോ. എന്നാൽ ഈ മാസത്തിന്റെയും ഒക്കെയും ഒരു കവാടമാണ് പരിശുദ്ധ റജബ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, 4 മാസങ്ങൾ അല്ലാഹു പ്രത്യേകം ബഹുമാനിച്ചതാണ്. ഇത് ഖുർആൻ പ്രഖ്യാപിച്ചതാണ്. ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. ഇന്ന ഇദ്ദതശ് ശുഹൂരി, തീർച്ചയായും മാസങ്ങളുടെ എണ്ണം എന്നുള്ളത്, ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ, 12 ശഹ്റ, 12 മാസമാണ്. ഫീ കിതാബില്ലാഹ്, അത് അല്ലാഹുവിന്റെ കിതാബിലുണ്ട്, ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. അത് കേവലം റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായതല്ല, മറ്റു പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായതല്ല. പിന്നെയോ അത് ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലുള്ളതാണ്, അല്ലാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ് എന്ന് മനുഷ്യനൊക്കെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് യൗമ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തന്നെ ഈ 12 മാസങ്ങളുടെ എണ്ണം 12 അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, മിൻഹാ, ഈ 12 മാസങ്ങളിൽ നിന്നും അർബഅത്തുൻ ഹുറും,
4 മാസങ്ങൾ ഏറ്റവും പവിത്രമേറിയതാണ്. ദീനുൽ ഖയ്യിം, ഇതാണ് ഖയ്യിമായ മതം, ഇതാണ് ചൊവ്വായ മാർഗത്തിലുള്ള നേരായ മാർഗത്തിലുള്ള ഇസ്ലാം എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിക്കുകയാണ്. അതിന് ശേഷം അല്ലാഹു പറയുന്നത് ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, അതുകൊണ്ട് തന്നെ ഈ മാസങ്ങൾ നിങ്ങൾ സ്വന്തം ശരീരത്തോട് നിങ്ങൾ അതിക്രമം കാണിക്കരുത്. എന്ന് വെച്ചാൽ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കണേ, കഴിവിന്റെ പരമാവധി നന്മയിൽ അനിഷ്ഠിതമായി കൊണ്ട് ജീവിക്കണേ എന്നാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഖുർത്തുബി ഇമാം പറയുന്നു. ഈ മാസങ്ങളെ അല്ലാഹു വെച്ച് തന്നിട്ടുണ്ട്. ഇതിന് പേര് നൽകിയതും അല്ലാഹുവാണ്. അലാമാ റത്തബ അലൈഹി, അതിനെ തർത്തീബാക്കിയത് മുഹറം, സഫർ, റബീഉൽ റബീഉൽ ആഖിർ എന്നിങ്ങനെ തർത്തീബാക്കിയും അല്ലാഹുവാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ഇത് ആകാശഭൂമി സൃഷ്ടിച്ച അന്ന് തന്നെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. വഅൻസല ദാലിക അലാ അംബിയാ, എന്നിട്ട് അല്ലാഹു അംബിയാക്കളിലൂടെ അത് നമ്മളിലേക്ക് ഇറക്കി തരികയാണ്. ഫീ കുതുബിൽ മൻസില, ഓരോ പ്രവാചകന്മാർക്ക് ലഭിച്ചതായ തൗറാത്തിലും ഇൻജീലിലും ദുബൂറിലും ഒക്കെ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം എന്ന് പറയുന്നത് മറ്റുള്ള മാസങ്ങളിലേക്കുള്ള കവാടമാണ്, ഒരുപാട് പ്രത്യേകതയുള്ള മാസമാണ്. നോക്കൂ, റജബ് കഴിഞ്ഞ് നമ്മളിലേക്ക് സമാഗതമാകുന്നത് ശഅബാനാണല്ലോ, അത് കഴിഞ്ഞാൽ റമദാനാണല്ലോ. അതുകൊണ്ട് ഈ മാസങ്ങളിലേക്കുള്ള കവാടമാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ടല്ലേ മഹാത്മ നമ്മെ പഠിപ്പിച്ചത് റജബ് നമുക്ക് വിത്തിറക്കാനുള്ള മാസമാണ്. ഈ മാസമായി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം ഏത് റൂട്ടിലൂടെയാണോ പോയതെങ്കിൽ ആ റൂട്ടെല്ലാം നിർത്തിവെക്കണം. എന്നിട്ടോ തരിശായ ഭൂമിയിൽ കൃഷിക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നത് പോലെ, കിളച്ച് മറിച്ച് അതിനെ പാകപ്പെടുത്തി എടുക്കുന്നത് പോലെ ഈ പരിശുദ്ധ റമദാൻ റജബ് വന്നാൽ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും കഴിവിന്റെ പരമാവധി മാറി നിന്നുകൊണ്ട് നമ്മൾ തസ്കിയത്തുൽ ഖുലൂബ് നടത്തിക്കൊണ്ടേയിരിക്കണം. ചെയ്യാത്ത കാര്യങ്ങൾ, ചെയ്യാത്ത നന്മകളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെയും പ്രാപ്തരാക്കണം. കഴിവിന്റെ പരമാവധി സുന്നത്തുകളൊക്കെയും വർദ്ധിപ്പിക്കണം. റവാത്തിബ് നമസ്കാരങ്ങൾ ജമാഅത്തിന് വരുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ പലപ്പോഴും റവാത്തിബ് നമസ്കാരം ഉപേക്ഷിക്കുന്നവരായേക്കാം. ആ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുക. ഇനി ളുഹ്റുക്ക് 2 നിസ്കരിക്കുന്നവർ 4 നിസ്കരിച്ച് ശീലിക്കുക. ദിവസവും യാസീനോ എന്നോർ അതിന്റെ കൂടെ മുൽക്കും വാക്കിയും റഹ്മാനും ദുഹാനും ഒക്കെയും പതിവാക്കുക. ദിക്റുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹുമായിട്ട് അടുക്കാൻ ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികളൊക്കെയും നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹുവിന്റെ സാമീപ്യം നേടുക. അല്ലാഹുവിന്റെ സാമീപ്യം നേടാൻ ഏറ്റവും വലിയ മാർഗമാണ് അല്ലാഹുവിന്റെ പുണ്യമാക്കപ്പെട്ടതായ ദീനിന്റെ ശിആറുകളായ മതസ്ഥാപനങ്ങളുമായി, പള്ളികളുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കുക. അവിടുത്തെ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ട്, അവിടുത്തെ കുറവുകൾ പരിഹരിക്കാൻ നമ്മളാൽ കഴിയുന്ന സംഭാവന നൽകുക. നമുക്കറിയാമല്ലോ, പണ്ടുകാലം മുതലേ ശീലിച്ചു വരുന്നൊരു പതിവുണ്ട്. ആദ്യമായിട്ട് ശമ്പളം കിട്ടിയാൽ അതിനൊരു ഭാഗം നമ്മൾ പള്ളിക്ക് വേണ്ടി കൊടുക്കും. നമുക്കൊരു തെങ്ങും തോട്ടമുണ്ടെങ്കിൽ അവിടുത്തെ വിളവെടുക്കുമ്പോ അതിൽ 4 or 5 തേങ്ങയോ നമ്മുടെ പള്ളിയിലേക്ക് കൊടുക്കും. ഇതൊക്കെയും പണ്ടുകാലം മുതലേ കണ്ടുവരുന്ന നമുക്ക് ബർക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതലേ അങ്ങനെയാണ്. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇപ്പോഴത്തെ ഹദീസിൽ കാണാം, കാനന്നാസു അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ജനങ്ങളായിരുന്നു, സ്വഹാബത്തായിരുന്നു, അവരുടെ ആദ്യത്തെ വിളവെടുപ്പ് ലഭ്യമായി കഴിഞ്ഞാൽ ജാഹൂബിഹി, അവരതിനെ കൊണ്ടുവരും നബിയിലേക്ക്. ഇത് അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിക്കും. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ തമറിനാ വബാരിക് ലനാ ഫീ മദീനത്തിനാ വബാരിക് ലനാ ഫീ സഅഇനാ വബാരിക് ലനാ ഫീ മുദ്ദിനാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ദുആ ചെയ്തവർക്ക് ബർക്കത്തിന് വേണ്ടിയിട്ട്, അല്ലാഹുവേ ഇവരുടെ വിളവെടുപ്പിൽ, ഇവരുടെ പ്രതിഫലത്തിൽ അല്ലാഹു നല്ല വിളവെടുപ്പുണ്ടാവണേ, അവരുടെ പട്ടണങ്ങൾ നീ ബർക്കത്ത് നൽകണേ, അവരുടെ തൂക്കത്തിലും അളവിലും നീ ബർക്കത്ത് ചെയ്യണേ എന്നിങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങൾ റജബ് മാസം സമാഗതമായാൽ ചെയ്യുന്ന പ്രാർത്ഥന നമ്മൾ 5 വക്തിനും പള്ളികളിൽ നിന്ന് കേൾക്കാറുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ നമ്മൾ കേൾക്കാറുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത് പള്ളിയിൽ നിന്ന് ജമാഅത്തിന് ശേഷമുള്ള ദുആയിലുള്ള പ്രത്യേക പ്രാർത്ഥനയല്ല, മറിച്ചോ ഈ റജബായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവാക്കിയ ദുആയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനകളിലും ഉൾപ്പെടുത്തേണ്ട പ്രാർത്ഥനയാണ്. കേവല നിസ്കാരത്തിന് മാത്രമല്ല, രാത്രി ആരാമങ്ങൾ എണീറ്റുകൊണ്ട് റബ്ബിന്റെ ദർബാറിലെ കരങ്ങൾ ഉയർത്തുമ്പോഴും നമ്മളോട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യാറില്ലേ? ദുആ ചെയ്യാത്ത ചെയ്തുകൊണ്ട് ശീലിക്കണം. ആ ദുആ നമ്മൾ ഉൾപ്പെടുത്തണം. ഇങ്ങനെ നമ്മൾ ദുആഇന്റെ മർത്തബകൾ ഇവിടെയെല്ലാം കൊണ്ടുവരുന്നുവോ അവിടെയൊക്കെയും ഈ ദുആഇനെ നമ്മൾ അധികരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ബർക്കത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു കാലത്തിലും അല്ലാഹുവിന്റെ അബൗദികമായ ഗുണം നിലനിന്ന് കിട്ടുക എന്നുള്ളതാണ് ബർക്കത്ത് എന്നതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒരു ചരിത്രം പറയാം. മഹാനായ അബ്ദുല്ലാഹി റഹ്മത്തുള്ളാഹി അലൈഹി ഉഹുദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു അടക്കം 70ഓളം പേര് ഷഹീദായല്ലോ. അതിൽ ആദ്യമായി ഷഹീദായ വ്യക്തിയാണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉഹുദിലേക്ക് പുറപ്പെടുമ്പോ തന്റെ മകൻ ജാബിർ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഞാൻ ഉഹുദിലേക്ക് പുറപ്പെടുകയാണ്. എനിക്ക് കുറച്ച് കടബാധ്യതകളൊക്കെയുണ്ട്. നമ്മുടെ അടുത്ത വിളവെടുപ്പ് ഈത്തപ്പന തോട്ടമുണ്ടായിരുന്നു. അടുത്ത വിളവെടുപ്പ് കിട്ടുന്ന സമ്പത്ത് കൊണ്ട്, ലാഭം കൊണ്ട് എന്റെ കടങ്ങളൊക്കെ നീ, അഥവാ ഞാൻ എങ്ങാനും ഉഹുദിൽ ഷഹീദായാൽ ആ കടങ്ങളെല്ലാം നീ വീട്ടണമെന്ന് വസീയത്ത് ചെയ്തിട്ടാണ് മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉഹുദിലേക്ക് പുറപ്പെടുന്നത്. അങ്ങനെ ഉഹുദ് യുദ്ധത്തിൽ വെച്ചുകൊണ്ട് മഹാനുകൾ ഷഹീദാവുകയാണ്. അങ്ങനെ ഷഹീദായിട്ട് ഈ ഈത്തപ്പന തോട്ടത്തിൽ വിളവെടുക്കാനായ സമയത്ത് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ചാരത്തേക്ക് ജാബിർ റളിയല്ലാഹു അൻഹു പോവുകയാണ്. എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉപ്പാക്ക് ഒരു വസിയത്തുണ്ട്, ഇത്രയും കടങ്ങളുണ്ട്, അതൊക്കെ വീട്ടാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിരവായ മുത്തിനി പറഞ്ഞു, നീ വിളവെടുപ്പ് നടത്തുക, പക്ഷേ വിൽപ്പന തുടങ്ങരുതേ, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ പണിക്കാരൊക്കെ വിളിച്ചിട്ട് തോട്ടത്തിലേക്ക് പോയി. അവർ അവിടെയുള്ള ഈത്തപ്പനങ്ങൾ ശേഖരിച്ച് കുന്നുകൂട്ടി വെച്ചു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് ആ കാണുന്ന ആ ഈത്തപ്പഴ കൂമ്പാരത്തിന് ചുറ്റും 3 തവണ ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിങ്ങനെ ചുറ്റി നടന്നു. എന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യൂ, എന്നിട്ട് അളന്ന് വിൽക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വിൽപ്പന നടത്തിയപ്പോൾ എന്നും ലഭ്യമാകുന്നതിനേക്കാൾ അളവ് കൂടി, അതിൽ നിന്ന് ഒരുപാട് ലാഭങ്ങൾ ലഭിച്ചു. മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വസിയത്ത് പ്രകാരം ആ ഒരു കടങ്ങളൊക്കെ വീട്ടാൻ ജാബിർ റളിയല്ലാഹു അൻഹു സാധിച്ചു എന്നുള്ളതാണ് ചരിത്രം. പ്രിയമുള്ളവർ, ഇതാണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ. കുറച്ചുള്ളെങ്കിലും അല്ലാഹു അതിൽ ബർക്കത്ത് നൽകുക, നമുക്കതിൽ സമാധാനം നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ സമയത്തും ബർക്കത്തിന്റെ തേടണേ. നമ്മുടെ മക്കളിൽ ബർക്കത്ത് വേണം, സന്താനങ്ങളിലും ഭാര്യയിൽ ബർക്കത്ത് വേണം, നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ബർക്കത്ത് വേണം. നമുക്കറിയാം എത്രയോ ആളുകളുണ്ട് മക്കളുണ്ടായി മക്കളിന് ഇല്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്. ഈ മക്കളുടെ ശ്രദ്ധ കാരണം സമ്പത്തുണ്ടായി, പക്ഷേ അവകാശികൾ കൂടിയിട്ട് അതിന് തർക്കമാണ്. അവിടെ നിന്ന് ചിന്തിച്ചു പോയാണ്, ഈ സമ്പത്തുണ്ടായത് കൊണ്ടാണല്ലോ ഈ തർക്കങ്ങളും വക്രാണമൊക്കെ ഉണ്ടായത്. ഈ സമ്പത്ത് ഇല്ലായിരുന്നെന്ന് ആഗ്രഹിക്കുന്നവർ എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് അതിലൊക്കെയും ബർക്കത്ത് ഉണ്ടാവുക, അതിൽ നിന്നൊക്കെയും നമുക്ക് സമാധാനം ഉണ്ടാവുക. ഈ കാണുന്ന മക്കളും സമ്പത്തും ഒക്കെ നമുക്ക് പരീക്ഷണമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതല്ലേ. നിങ്ങൾ മനസ്സിലാക്കണം, തീർച്ചയായും മക്കളും അതുപോലെ തന്നെ സമ്പത്തുമൊക്കെയും അത് നിങ്ങൾക്ക് ഫിത്നയാണ്, നിങ്ങൾക്ക് അതൊരു പരീക്ഷണമാണ്. അല്ലാഹുവിന്റെ അടുക്കലുള്ളതാണ് മഹത്തരമായ പ്രതിഫലം എന്നുള്ളത്. അപ്പോ മക്കള് പരീക്ഷണമാണ്. അതിൽ നിന്ന് അല്ലാഹു നമുക്ക് സമാധാനം നൽകുന്നുണ്ട്, സൗഭാഗ്യം നൽകുന്നുണ്ട്. നമുക്ക് ദുനിയാവിൽ ഉപകരിക്കും, ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാണ് നമുക്കുള്ളതെങ്കിൽ അതിനാണ് ബർക്കത്ത് എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിലും നമ്മുടെ സന്താനങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ടതൊക്കെയും അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകാൻ ഗ്രഹിക്കട്ടെ.
എപ്പോഴും ദുആ ചെയ്യണം. മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇന വഅബ്സാരിന വഖുലൂബിന വഅസ്വാജിന വസുരിയാതിന വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുവേ എൻ്റെ കേൾവി, അല്ലാഹുവേ ഇഷ്ടപ്പെട്ടതായ ഹറാമുകളിൽ നിന്നൊക്കെയും സംരക്ഷിച്ചുകൊണ്ട് ആഖിറത്തിലേക്കും ദുനിയാവിലേക്കും ഉപകരിക്കുന്ന ചെവിയാക്കി കേൾവിയാക്കി മാറ്റി തരണമേ. വഅബ്സാരിന എൻ്റെ കാഴ്ചശക്തി, ഈ കാഴ്ചശക്തി കൊണ്ട് ഞാൻ കാണുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് നാളെ ദുനിയാവിലും ആഖിറത്തിൽ ഉപകരിക്കുന്ന കാഴ്ചകളാക്കി മാറ്റിത്തരണേ തമ്പുരാനെ. ഖുലൂബിന എൻ്റെ ഹൃദയം നീ ബറക്കത്ത് നൽകണേ. ഹൃദയത്തിൽ തസ്കിയത്തുൽ ഖുലൂബ് നടത്താൻ, തെറ്റായ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കാൻ, എൻ്റെ ഹൃദയം കൊണ്ട് ഈ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ളതായ അമലുകൾ ചെയ്യാൻ റബ്ബേ നീ എനിക്ക് ബറക്കത്ത് നൽകണേ. അല്ലാഹുവേ അല്ലാഹുമ്മ ബാരിക് ലനാ അസ്വാജിന എൻ്റെ ഭാര്യമാർ, ഇണകള്, നിന്റെ മക്കളെയും ഒക്കെ റബ്ബേ എനിക്ക് ബറക്കത്ത് നൽകണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ച് രണ്ടാമത്തെ പകലിലാണ് നമ്മളുള്ളത്. ഇവിടെ അങ്ങോട്ടുള്ള ഓരോ ദിനരാത്രങ്ങളും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്, നിങ്ങൾക്ക് വല്ലാതെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമലുകൾ ചെയ്യാൻ നമ്മളൊക്കെയും സന്നദ്ധരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ്